അങ്ങനെ അബുദാബി ചെന്നു. അബുദാബിയിൽ നിന്ന് രാവിലെ 8 മണിക്കോ മറ്റോ അടുത്ത ഫ്ലൈറ്റ് രാവിലെ തന്നെയാണ്. അത് ബെൽഗ്രേഡിലേക്കാണ്. ഈ ബെൽഗ്രേഡിലേക്ക് ദീർഘമായൊരു യാത്രയാണ്. അത് പറക്കുന്നത് നമ്മൾ ഇറാഖിൻ്റെ മുകളിലൂടെ കുറേ ദൂരം പറന്ന് ഇറാഖിനും തുർക്കിക്കും അതിർത്തിയിലൂടെ പറക്കുന്നു. തുർക്കിയും ഇറാഖും കൂടെ ചേരുന്ന ഭാഗത്ത് വലിയ പർവ്വതമൂടികളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സമ്മറിലാണ് പറക്കുന്നത്. പക്ഷേ ഈ സമ്മറിൽ പോലും ഈ ജാലകത്തിലൂടെ നോക്കുമ്പോൾ കാണാം മലയുടെ മുകളിൽ മഞ്ഞ് ഇപ്പോഴും ഉരുകിത്തീരാതെ പഞ്ഞിക്കെട്ടുകൾ പോലെ കിടക്കുന്ന മഞ്ഞ് ഉള്ള ഹിമമുടികൾക്ക് മുകളിലൂടെയാണ് നമ്മൾ പറക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഈ വിൻഡോ സീറ്റ് ചോദിച്ചു വാങ്ങും. എന്ന് മാത്രമല്ല, നമുക്ക് അത് ഷൂട്ട് ചെയ്യാനും ആവശ്യമാണ്. തന്നെയുമല്ല, ഞാൻ യാത്രയ്ക്ക് മുമ്പ് തന്നെ പലപ്പോഴും ഈ ഫ്ലൈ ചെയ്യുന്ന റൂട്ട് മനസ്സിലാക്കി വെക്കും കൃത്യമായിട്ട്. എന്ന് മാത്രമല്ല, പലപ്പോഴും ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വിമാനത്തിലിരുന്ന് ഈ താഴത്തെ പട്ടണങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ യാത്രയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം ഈ ഫ്ലൈയിങ് റൂട്ടിൽ താഴെ വരുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇത് ഈ മാപ്പിൽ നോക്കിയിട്ടും ഫോട്ടോ, ഈ നമ്മളുടെ സാറ്റലൈറ്റ് ഫോട്ടോകൾ ഉണ്ടല്ലോ. അതെ, ഇന്നിപ്പോൾ സാറ്റലൈറ്റ് മാപ്പുകളാണ് നമ്മളെ സഹായിക്കുന്നത്. ആ സാറ്റലൈറ്റ് മാപ്പിൽ നമ്മൾ കണ്ട അതേ രൂപഭാവങ്ങളോടെ താഴെ ഈ നഗരങ്ങൾ വിമാനത്തിൻ്റെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം. ഏകദേശം രൂപം തന്നെ, ഏകദേശമല്ല, കൃത്യമായ രൂപമായിരിക്കും, കൃത്യമായിട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു അഭിരുചിയും കൂടെ ഇതായിരിക്കണം. എനിക്ക് ഇത്തരം സ്ഥലങ്ങൾ കാണാനും കണ്ടെത്താനും ഉള്ള ഒരു കൗതുകവും കൂടി ഉള്ളത് കൊണ്ട് ഞാനിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് പോവുക. അപ്പോൾ ഈ ഓരോ പർവ്വതമുടികൾ കഴിയുന്നത്, അതിൻ്റെ താഴ്വാരത്തെ ഒരു ഗ്രാമം, അത് കഴിഞ്ഞ് പിന്നീടുള്ള കൃഷിയിടങ്ങൾ, വീണ്ടും കുറേ ദൂരം മരുഭൂസമാനമായ ഭൂപ്രകൃതി, പിന്നെ ഒരു തടാകം. അപ്പോൾ ഈ തടാകം അല്ലെ ഒരു റിസർവോയർ, ഡാമിൻ്റെ റിസർവോയറൊക്കെ സാറ്റലൈറ്റ് മാപ്പിൽ നോക്കിയാലും നമ്മൾ ഈ ആകാശത്തിലെ വിമാനത്തിലിരുന്ന് നോക്കിയാൽ ഏതാണ്ട് ഒരേ ഷേപ്പാണ് തടാകത്തിൻ്റെയൊക്കെ വെള്ളം കിടക്കുന്ന ആ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ അത് രസകരമായൊരു യാത്രയാണ് ശരിക്കും.